യോഗം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണെന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ്റെയും SNDP യോഗത്തിൻ്റെയും ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുകയും കേസിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസുമാരായ MM സുന്ദരേശും അരവിന്ദ് കുമാറും അടങ്ങുന്ന ബെഞ്ചാണ് സുപ്രധാനമായ ഈ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയും വിചാരണ കോടതിയും SNDP യോഗം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കീം പുറപ്പെടുവിക്കാനും സ്കീം തയ്യാറാക്കുവാനും യോഗത്തിനോട് കേരള ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും SNDP യോഗവും സുപ്രീം കോടതിയെ സമീപിച്ചത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അരുവിപ്പുറം ക്ഷേത്ര യോഗത്തിൻ്റെ തുടർച്ചയാണ് SNDP യോഗമെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അരുവിപ്പുറം ക്ഷേത്ര യോഗം പബ്ലിക് ട്രസ്റ്റായിട്ടാണ് രൂപീകരിച്ചതെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ SNDP യോഗവും പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് എന്നാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ SNDPക്കും വെള്ളാപ്പള്ളി നടേശനും വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ V ഗിരിയും അതുപോലെ അഭിഭാഷകൻ റോയ് എബ്രഹാമും ഈ ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തൽ രേഖകളുടെ അടിസ്ഥാനത്തിലല്ല എന്നാണ് പറഞ്ഞത്. അരുവിപ്പുറം ക്ഷേത്ര യോഗത്തിന് SNDP യോഗം ആക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള രേഖകളും ഈ ഹാജരാക്കുവാൻ വേണ്ടി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ വിചാരണ കോടതിയിലും കേസ് നൽകിയിരുന്ന കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇരുവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ രേഖകളോ തെളിവുകളോ ഇല്ലാതെയാണ് ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗത്തിൻ്റെ തുടർച്ചയാണ് SNDP യോഗമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതെന്നും ഇരുവരും ആരോപിക്കുകയും ചെയ്തു. എന്നാൽ കേസിലെ എതിർകക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ MR അഭിലാഷ് ഈ വാദത്തെ ശക്തമായി എതിർത്തു. അഭിലാഷ് പറഞ്ഞത് ഈ കേസിൽ നേരത്തെ തന്നെ ഈ SNDPയുടെ ചരിത്രം സംബന്ധിച്ചൊരു പുസ്തകം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. അത് യോഗത്തിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ വേലായുധൻ എഴുതിയ പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൽ അരുവിപ്പുറം ക്ഷേത്ര യോഗം അത് ട്രസ്റ്റായാണ് രജിസ്റ്റർ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരണമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ട്രസ്റ്റിൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നും ഹർജിക്കാർ വാദിക്കുകയും ചെയ്തു. ഏതായാലും വിശദമായി കേൾക്കേണ്ട ഒരു കേസാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സുപ്രീം കോടതി കേസിലെ എതിർകക്ഷികൾക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്.